കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നിരവധി കാര്യങ്ങൾ വ്യാജമാണെന്ന് ആരോപിച്ചാണ് ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2025-2026 സാമ്പത്തിക വർഷം അവതരിപ്പിച്ച ബജറ്റ് വഞ്ചനാപരവും ജനങ്ങളെ പറ്റിക്കുന്നതുമാണെന്ന് ആരോപിച്ചാണ് LDF പ്രവർത്തകർ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ബജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. ബജറ്റിന്റെ ആമുഖത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നിനു പോലും ₹1 നീക്കിവെച്ചിട്ടില്ലെന്നും സാധാരണഗതിയിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിക്ക് ആവശ്യമായ പണമോ പ്രതീക്ഷിക്കുന്ന പണമോ ബജറ്റിൽ നീക്കിവെക്കാറുണ്ടെന്നും LDF മെമ്പർമാർ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ₹154 വർദ്ധിപ്പിച്ച് ₹500 കൂലി ഗ്രാമപഞ്ചായത്ത് നൽകുമെന്നതും തൃക്കുടമണ്ണ തൂക്കുപാലം നവീകരിക്കാൻ ₹30 ലക്ഷം അനുവദിക്കുമെന്നതും ₹5.60 കോടി ചെലവഴിച്ച് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും എന്ന പദ്ധതിക്കും ₹1 പോലും നീക്കിവെച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. ₹154 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് നൽകുമെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്ക് ഒരു പഞ്ചായത്തിലും ഇത് നൽകാൻ സാധിക്കില്ലെന്നും സർക്കാർ അംഗീകാരം ലഭിച്ചാൽ തന്നെ കാരശ്ശേരി പഞ്ചായത്തിൽ 1260 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷം കൂലി ഇനത്തിൽ ₹2 കോടിയിലധികം നൽകേണ്ടി വരുമെന്നും ഈ പദ്ധതികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഗ്രാന്റ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും LDF ആരോപിച്ചു. ഇവിടെ പ്രതിഷേധത്തിന് കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം അവതരിച്ചിട്ടുള്ള പഞ്ചായത്തിൻ്റെ ബജറ്റ്, ആ ബജറ്റ് കാരശ്ശേരിയിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും പരിഗണിക്കാതെയുള്ള ബജറ്റാണ്. കാർഷിക മേഖലയിലൊന്നും കാര്യമായുള്ള ഫണ്ടുകൾ നീക്കിവെച്ചിട്ടില്ല. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ബജറ്റിനകത്ത് തുക വകയിരുത്തിയിട്ടില്ല. ഈ ബജറ്റിനകത്ത് തുക വകയിരുത്താതെയാണ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കൂലിക്ക് പുറമെ ₹156 കൂടി ഞങ്ങൾ കൊടുക്കും എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. കാരശ്ശേരിയിലെ 1000-ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ ₹156 വെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടെ ഏകദേശം ₹2 കോടി ഒരു വർഷത്തിൽ വേണം. എന്നാൽ ആ തുക ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുമെന്ന് പറയുന്നില്ല. തൃക്കുടമണ്ണ തൂക്കുപാലത്തിന് ബജറ്റിൽ ₹1 പോലും നീക്കിവെച്ചിട്ടില്ല. ബജറ്റ് അലോക്കേഷനിൽ പണം നീക്കിവെക്കാത്ത ഇടത്തോളം പാലം പദ്ധതിക്ക് പണം ചെലവഴിക്കാനും കഴിയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിനും ബജറ്റ് അലോക്കേഷനിൽ ₹1 പോലും നീക്കിവെച്ചിട്ടില്ലെന്നും ഫണ്ട് നീക്കിവെക്കാതെ പദ്ധതിയുടെ അംഗീകാരത്തിന് പോകാൻ കഴിയില്ലെന്നും LDF ആരോപിച്ചു. അതോടൊപ്പം തന്നെ തൃക്കുടമണ്ണ തൂക്കുപാലത്തിന് ₹30 ലക്ഷം വകയിരുത്തി എന്ന് പറയുന്നുണ്ട്. ആ ₹30 ലക്ഷം ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഏത് വിഭാഗത്തിൽ നിന്നാണ് കൊടുക്കുക എന്ന് കൃത്യമായിട്ട് പറയാത്തൊരു സംവിധാനമുണ്ട്. ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിൽ ₹5.60 കോടി മാറ്റിവെച്ചെന്ന് ആമുഖ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന് ആവശ്യമായ തുക ഏത് അലോക്കേഷനിൽ മാറ്റിവെക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് ബജറ്റ് കത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.